ഹലോ അസ്സാം വലൈക്കും ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. വേറൊന്നും കൊണ്ടല്ല, സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മകളുടെ വീട് കുടിയിരിക്കലിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെറുവത്തൂരിൽ പോയി. ചെറുവത്തൂരിൽ നിന്ന് അവിടെ എത്തിയപാടെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 3 പേരുണ്ടായിരുന്നു. നമ്മൾ 3 പേർക്കും ബുക്ക് ചെയ്ത പോലെ നമുക്ക് സീറ്റ് കിട്ടിയത്. അതുപോലെ 3 പേർക്ക് അപ്പോൾ ഞങ്ങൾ ചുറ്റുപാടാണ്. ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടുന്നത് കേട്ടിട്ടാവാം, എന്താണെന്നറിയില്ല. അങ്ങനെ ബസ് വിട്ടിട്ട് നമ്മൾ നേരെ പോവാണ്. എനിക്ക് റൂട്ട് അത്ര അറിയില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ഥലം മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രമിച്ച് നോക്കാം എന്ന രീതിയിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. നമ്മൾ 3 പേരും പോയി. അപ്പോഴാണ് ബസ്സിൽ നിന്ന് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ കയറി കേട്ടോ. അവരൊക്കെ അങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരൊക്കെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെയാണ് മനസ്സിലാക്കിയത് അവരങ്ങോട്ടാണെന്ന്. അങ്ങനെ അവരെയും അതിലേക്ക് കയറുന്നത് കയറുന്നവരാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ളവർ. അപ്പം സമാധാനമായി. കാരണം എന്തായാലും അവരെ റൂട്ട് വെച്ച് പോകാമല്ലോ. അങ്ങനെ അവർ ഇറങ്ങി റിക്ഷയും കൊണ്ടിട്ട് നേരെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ആ വീട്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ കുറച്ച് ചെയ്തിരുന്നു. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് പാസ്സായില്ലേ, അവരെ വീടാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് മെയിൻ ഹാളാണ് കേട്ടോ ഇത്. എന്താ പറയുക, നല്ലൊരു വീടായിരുന്നു. അവിടെ ഇരിക്കുന്നത് എൻ്റെ രാജകുമാരിയാണ് കേട്ടോ, എൻ്റെ അനിയത്തിയാണിത്. പിന്നെ കുഞ്ഞു കുട്ടികളും എല്ലാവരും ഉണ്ട്. അങ്ങനെയെല്ലാം ഓരോരാൾ ഭക്ഷണം കഴിച്ച് പോവാണ്. ഇത് ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് മൊബൈലും കൊണ്ട് പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പതിപോലെയുള്ള ഡയലോഗ് തന്നെ, നമുക്ക് കൊച്ചൊരു യൂട്യൂബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ബാത്റൂമാണ്, അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ തുറക്കാത്തത്. പിന്നെ ബാത്റൂമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് വേറൊരു റൂമാണ്. അപ്പം അതിൻ്റെ ഉള്ളിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ വന്നും പോന്നും ഒക്കെ ഉണ്ട്. പിന്നെ മഴയും കാരണം എന്താ പറയുക, അധികം നിൽക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇത് കിഴക്കൻ പ്രദേശമാണ്. അപ്പോൾ ഭയങ്കര ചളിയാണ് അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഇത് കിച്ചണാണ് കേട്ടോ. തട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ തട്ടും കാര്യങ്ങളൊന്നും ആക്കാറില്ല എന്നാണ്. ഇത് സ്റ്റോർ റൂം കഴിഞ്ഞാൽ അത് വർക്ക് ഏരിയ ആണ്. പിന്നെ എന്താ പറയുക, മേശയിലേക്ക് നമ്മൾ നേരെ പോയി. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പ്രധാനം ഭക്ഷണമാണ്. എനിക്ക് ഭക്ഷണമാണ് കേട്ടോ എൻ്റെ പ്രധാനം. അങ്ങനെ ഭക്ഷണമൊക്കെ കാത്തിരുന്ന് പ്ലേറ്റ് എത്തിയിട്ട് കുറേ നേരം കാത്തിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലേറ്റ് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചും വെച്ചു തളിച്ചു. പിന്നീട് അയാൾ ഗ്ലാസ്സും കൊണ്ട് വെച്ചപ്പം ഇനി എപ്പോഴാണ് ഫുഡ് എന്നിട്ട് കാത്തിരുന്നു. എന്ത് ചെയ്യാനാ. അങ്ങനെ ഓരോരാൾക്ക് ഞാൻ ഗ്ലാസ് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു മരത്തുള്ളി ഞങ്ങളെ മേശയുടെ മേലേക്ക് ഇട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാസ്സും ഓരോരാൾക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഞങ്ങൾ കാത്തിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ അനിയത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ കയ്യിൽ വെച്ചിട്ട് അവളേതായ ഡയലോഗ് ഇതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവൻ കാത്തിരുന്ന് ഗായ്സ്, ഞങ്ങൾ മേശയിലേക്ക് നല്ല ചൂട് ചിക്കൻ ബിരിയാണി എത്തി. മുറ്റത്താണ് നല്ല മഴയുണ്ട്. നല്ല മഴയും ചൂട് ബിരിയാണിയും അയ്വാ. അങ്ങനെ ഞങ്ങൾ കൂടെ വന്നവൾ ആദ്യം ഒരു സ്പൂൺ എടുത്ത് അവളെ പ്ലേറ്റിലേക്ക് ഇട്ടു. സാധാരണ എന്താ പറയുക, വീട്ടിൽ നിന്ന് നന്നായി ഭക്ഷണം കഴിക്കുന്നവർ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേട് വിചാരിച്ചിട്ട് കുറച്ചേ ഇടാറുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എവിടെ ആയാലും എൻ്റേതായ രീതിയിൽ തന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കുക. അങ്ങനെ അടുത്ത് ഞാനായിരുന്നു ഇട്ടത് എൻ്റെ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്ന ആളാണോ കഴിക്കാത്ത ആളാണോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ആ രീതി തന്നെയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. നമ്മൾ എന്താണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം തന്നെ അത് കഴിക്കണം. അത് എത്രയായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ചിക്കൻ പീസൊക്കെ ഞാൻ നല്ലോണം ഇട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ. അങ്ങനെ എൻ്റെ അനിയത്തി പറയാ, ഇപ്പോഴെങ്ങാനും കിട്ടോ താത്തേ എന്നിട്ട് അവൾ എൻ്റെ പ്ലേറ്റിൽ തന്നെ ഫോണിൽ സൂം ചെയ്തിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ കഴിച്ചു കഴിഞ്ഞു, ഞാനും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു.
അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി തിരിച്ചു പോവാണ്. വീട്ടിലെത്തണം, സ്കൂൾ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പം അവർ എത്തുമ്പോഴേക്ക് വീട്ടിലെത്തണം ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ നാട്ടിലേക്കുള്ള ബസ് വന്ന് നമ്മളതിൽ കയറി. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.